ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയൻകുട്ടൻ ഒറ്റയ്ക്ക് ഇരുന്നിങ്ങനെ പൊട്ടിക്കറിയാണ്. ആ സമയത്ത് അവിടേക്ക് വേദയും വിക്രമും കൂടെ വരുന്നുണ്ട്. നടന്നത് എന്താണെന്ന് വിക്രമും വേദയും കൂടിയിട്ട് അനിയൻകുട്ടനോട് ചോദിക്കുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ അനിയൻകുട്ടൻ പറയുകയാണ്. അപ്പോൾ അനിയൻകുട്ടനാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് കറിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇനി പേടിക്കൊന്നും വേണ്ട, നമുക്ക് എല്ലാ കാര്യങ്ങളും നിയമത്തിൻ്റെ വഴിയെ നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനിയൻകുട്ടനെ കൊണ്ടവർ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സംഭവങ്ങളൊക്കെ അറിയാണ് കേട്ടോ. അപ്പോൾ അത് പള്ളിയച്ഛൻ പറയുന്നത് ഇത്രയും സൗകര്യങ്ങളിലൊക്കെ വളർന്ന കുട്ടിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ സ്ഥലത്ത് നിങ്ങൾ താമസിപ്പിക്കില്ലായിരുന്നു. ഞാൻ എന്തായാലും നിങ്ങളുടെ വരവിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു എന്നൊക്കെ പറയുകയാണേ. എന്തായാലും നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നിങ്ങൾ പൊക്കോളാൻ തന്നെ പറയുകയാണേ. പിന്നെ സേതുവിനോട് പറയുന്നുണ്ട്, ഇന്നത്തെ രാത്രിക്കാലത്തെ ആഘോഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം വിടും എന്നങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം അച്ഛനെ വിളിച്ചിട്ട് വിവരം പറയാൻ കേട്ടോ വേദ. അങ്ങനെ അച്ഛനോട് ശ്രീകാന്താണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം പറയാണ്. അത് പറയുന്നതിന് മുമ്പ് തന്നെ വേദരച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ പറയാൻ പോകുന്ന പേര് ശ്രീകാന്തിൻ്റെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീയേട്ടൻ മാത്രമല്ല ചന്ദ്രശേഖരൻ അങ്കിളും കൂടി ഉണ്ടെന്ന് പറയട്ടോ. അങ്ങനെ ഇനി എന്തായാലും ഒരു നിമിഷം പോലും നിങ്ങൾ അവിടെ നിൽക്കണ്ട, വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു വരാം, എല്ലാ നിയമത്തിൻ്റെ വഴിയേ മതി. നീ എന്തായാലും വിക്രമിൻ്റെ ഫോൺ കൊടുക്കാൻ പറയും. അങ്ങനെ വിക്രമ് വാങ്ങിച്ച് സംസാരിക്കുകയാണ്. വിക്രമിനോട് പറയുന്നുണ്ട്, എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്, നിയമത്തിൻ്റെ വഴി തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം, ഞാൻ പറയാം എന്ത് വേണമെന്ന്, പിന്നെ എവിടേക്ക് വരണമെന്നും എവിടെ താമസിക്കണമെന്നൊക്കെ ഞാൻ തന്നെ നിങ്ങളെ അറിയിക്കാം എന്ന് പറയുകയാണേ. ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ പറയുകയാണേ. ഇതേ സമയം ശ്രീകാന്തും ചന്ദ്രശേഖരനും കുറേ ഗുണ്ടകളെ വരുത്താണ് കേട്ടോ. ജോബിയും കൂടി ഉണ്ട്. എന്നിട്ട് അവരോട് പറയാണ്, ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരെ ബോധം കെടുത്തിയിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ, അനിയൻകുട്ടനാണെന്നുണ്ടെങ്കിൽ കൊന്നിട്ട് വേണം വരാനായിട്ട് പറയാണ് കേട്ടോ. അനിയൻകുട്ടൻ്റെ ജീവൻ കളഞ്ഞതിന് ശേഷം വേദനയും വിക്രമിനെയും ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവിടെ എത്തിക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതിന് ആ ഗുണ്ടകളെല്ലാവരും സമ്മതിച്ച് അങ്ങനെ അവരവിടെ നിന്ന് പോകുകയാണ്. ജോബി അവരെ കൂടെ പോകുന്നുണ്ട്. അതിന് ശേഷം പിറകിൽ കൂടെ ഞങ്ങളും കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പോകാൻ നേരത്ത് പറയുന്നുണ്ട്, ഇതേ ഇനി അവളുടെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവനും നമ്മുടെ പേരിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കളി അവസാനിപ്പിക്കുന്നുള്ളൂ. ഇനി അതിൻ്റെ ഇടയിൽ അനിയത്തിയാണെന്നുള്ള സെൻറ്റിമെൻറ്റ്സ് മറ്റോ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ എന്തേ പറഞ്ഞു, അച്ഛൻ വന്ന് വണ്ടി കയറുന്നു പറഞ്ഞിട്ട് ശ്രീകാന്തും അവരും കൂടിയിട്ട് ഇടുക്കിയിലേക്ക് പോവുകയാണ്. ഇതേ സമയം വിക്രമും വേദയും കൂടിയിട്ട് കല്യാണത്തിൻ്റെ ആഘോഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടെ പാട്ടും ഡാൻസും അടിച്ചുപൊളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം വിക്രമ് വേദന മടിയിൽ തലവച്ച് കിടക്കുന്നതും അവർ തമ്മിൽ കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രമും വേദ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവരൊക്കെ വരികയാണ് കേട്ടോ. ശ്രീകാന്തും ചന്ദ്രശേഖരനും ഗുണ്ടകളൊക്കെ വരികയാണ്. അങ്ങനെ ഒരു വലിയൊരു അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടാവാണ് കേട്ടോ. കാരണം കുറേ ഗുണ്ടകളൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അനിയൻകുട്ടനെ കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത്. വേദ അനിയൻകുട്ടനെയും കൊണ്ട് ഓടുന്നുണ്ട്. അങ്ങനെ ഇവരൊക്കെ അടിച്ചു ഒതുക്കിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് വിക്രം. പക്ഷേ എല്ലാവരും കൂടിയിട്ട് വിക്രമിനെ വേദനയും കൂടിയിട്ട് ഒരു മരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അനിയൻകുട്ടനും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ രക്ഷകൻ എന്നുള്ള രീതിയിൽ സേതു വരുന്നുണ്ട് കേട്ടോ. സേതു ഗുണ്ടകളൊക്കെ അടിച്ചൊതുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിക്രമും അവിടെ നിന്ന് രക്ഷപ്പെട്ട് എല്ലാവരെയും അടിക്കുന്നുണ്ട്. പക്ഷേ കാല് തെറ്റി വിക്രമ് താഴത്തേക്ക് വീഴാൻ പോകുന്ന പാറയുടെ അടിയിലേക്ക് വീഴാൻ പോകുന്ന ഒരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് വേദ ബോധം കെട്ട് താഴത്തേക്ക് വീഴുന്നതും ആയിട്ട് പ്രമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീക്കിലെ പ്രമോ വിശേഷങ്ങളാണ് ഈ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.